പോലും ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ശബരിമല മുഴുവൻ ചെമ്പാക്കി മാറ്റിയതിനെ മാർക്സിസ്റ്റ് നയിക്കുന്ന ഈ ഗവൺമെന്റും ദേവസ്വം ബോർഡും. ഇത് നാട്ടിലെങ്ങും ചർച്ചയാണ്. ഇത് UDF-കാരന്റെ വീട്ടിലും കോൺഗ്രസ്സുകാരന്റെ വീട്ടിലും ഒന്നും മാത്രമല്ല, CPM-കാരന്റെ വീട്ടിലും ചർച്ചയാണ്. ഇതിൽ അപമാനിതനായിട്ടുള്ള സഖാക്കന്മാർ സ്വന്തം പാർട്ടിക്കാര് നടത്തുന്ന ഈ കൊടിയ അഴിമതിയിൽ അപമാനിതരായവർക്ക് ലക്ക് തെറ്റി ഈ വിഷയം ഒന്ന് മാറ്റാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടാണ് അവരുടെ ശത്രുവായിട്ടുള്ള ഷാഫി പറമ്പലിനെ ഒന്ന് വകവരുത്താമെന്ന് അവർ നോക്കിയത്. പക്ഷെ മക്കളെ തെറ്റിപ്പോയി. ഷാഫിയെ വകവരുത്താൻ നിങ്ങൾ ശ്രമിച്ചാൽ UDF ആയാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയാലും അതങ്ങ് വിട്ടുകൊടുക്കുന്നില്ല. ഇവിടെ പോലീസുകാരുണ്ടോ എനിക്കറിയില്ല. ഞാൻ പ്രവീണിനോട് സംസാരിക്കുമ്പോൾ പ്രവീൺ എന്നോട് പറയായിരുന്നു ഈ സംഭവങ്ങളെല്ലാം. പേരാമ്പ്ര കോളേജ്, ഞാൻ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അന്ന് പ്രസംഗിച്ച കോളേജാണ്. ഈ കോളേജിൽ KSU ജയിച്ചു. എന്താ ജയിക്കാൻ പാടില്ല? ജയിച്ചതിന്റെ പേരിൽ പ്രകടനം നടത്തിയവരെ അറ്റാക്ക് ചെയ്യും. പിന്നെ അണികളെ എല്ലാത്തിനും വിട്ട് നേതാക്കന്മാരെ സ്വർണത്തിന് മാത്രം കാവലിരിക്കുന്ന പാർട്ടിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളതുകൊണ്ട് ഷാഫിയും DCC പ്രസിഡന്റും ഒക്കെ വന്നു ഇവിടെ അന്വേഷിക്കാൻ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മുടെ ജാഥക്ക് ഒരു 14,000 പേരുണ്ട്, അവരുടെ ജാഥക്ക് 50 പേരുണ്ട്. ഒരു DYSP, എന്താണ് പേര്, സുനിൽ. ഇവിടെ അടുത്തുള്ള എഴുതി വെച്ചോ, ഞങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പുസ്തകത്തിൽ സുനിൽ എന്ന് പറയുന്ന DYSP. അതിലേക്ക് വരാം. DCC പ്രസിഡന്റും ഷാഫി മുമ്പോട്ട് നിൽക്കുമ്പോൾ ഷാഫി എന്നോട് പറയാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. 2000 പേരുടെ ജാഥ ഇങ്ങനെ നിൽക്കുകയാണ്. ജാഥ മൂവ് ചെയ്യാൻ, അതും പോലീസിന്റെ പെർമിഷനോട് കൂടിയുള്ള ജാഥയാണ്. നടത്താൻ അനുവാദം കൊടുത്തിട്ടുള്ള നിയമപരമായിട്ടില്ല. DYSP പറയാണ് അവിടെ 50 പേര് ആയുധങ്ങളായിട്ട് നിൽക്കുകയാണ്. അവിടെ ശക്തിയുണ്ട്, അവിടെ കുറുവടി. KC വേണുഗോപാലാണ് സംസാരിക്കുന്നത്.